ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഞാനിപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഞാൻ ഡൽഹിയിൽ ഇന്ന് രാവിലെ എത്തി. ഇവിടെ ഒന്ന് രണ്ട് ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ഞാനത് വഴിയെ പറയാം എന്താണെന്നുള്ളത്. അയ്യോ, ഞാൻ ഇവിടെ ന്യൂസിലൊക്കെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഭയങ്കര തണുപ്പാണ്. ഇപ്പം രക്ഷയില്ല, മറ്റേ പുകയും ബഹളമൊക്കെ ആണ്, പൊല്യൂഷനൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നി. വെളി ഇറങ്ങിയിട്ടതോ വെയിലടിച്ചതോ കണ്ടതാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര വെയിൽ. ഞാൻ ഈ കാറിൽ ഇതൊക്കെ ഇട്ടിട്ടിരിക്കുവാണ്, സൈഡിൽ സാധനമൊക്കെ ഇട്ടിട്ടിരിക്കുവാണ്. ഒരു രക്ഷയില്ല. ഞാൻ നമ്മുടെ ഭായിയുടെ അടുത്ത് ചോദിച്ച്, ഊബറിൻ്റെ ഡ്രൈവർ, പുള്ളിയുടെ അടുത്ത് ചോദിച്ച്, പുള്ളി പറയുന്നത് ഇവിടെ കുറേ ദിവസമായിട്ട് ഭയങ്കര വെയിൽ തന്നെയാണ്. ഇത് കൊള്ളാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എത്ര ലൈനാന്ന് നോക്ക്. അയ്യോ, ഇത് കിട്ടില്ല കേട്ടോ. നൈസാട്ടോ സംഭവം. ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 लाइन का एक रोड है क्या भाई? उस साइड में भी सेम है? ओह बढ़िया। तो 11 अंडरग्राउंड भी है। अच्छा, साइड में अंडरग्राउंड भी है फिर। ഓ, അപ്പം 11 12 വരി റോഡ് തന്നെ ഉണ്ട്, പിന്നെ 2 വരി അണ്ടർഗ്രൗണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഹൈവേയിലോട്ട് കയറാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. ഹൈവേയിലോട്ട് കയറാൻ പോകുന്ന റോഡൊന്നും വലുതാക്കി. ഞാൻ ഓർത്ത് ഇവിടെ വാങ്ങറ്റം വരെ ഉണ്ടാവും എനിക്ക്. പിന്നെ കൊള്ളാൽ. ജയ്പൂർ ഇവിടെ നിന്ന് 281 കിലോമീറ്ററേ ഉള്ളൂ ഡൽഹിയിൽ നിന്ന്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഭയങ്കര പൊല്യൂഷനാണ്. ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. മറ്റേ BS4 വണ്ടി ഇപ്പോൾ റോട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രിക്കും CNG പിന്നെ BS6 വണ്ടീസ് മാത്രമേ ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. ബാക്കി ഒരു വണ്ടി ഇറങ്ങുന്നില്ല എന്നാണ് ന്യൂസിൽ കണ്ടത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് അത് അത്ര ന്യൂസിൽ കണ്ടതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പെറ്റിയുണ്ട്. BS4 വണ്ടി നിങ്ങൾ വെളിയിറക്കി, ഞാൻ അന്വേഷിച്ചായിരുന്നു. BS4 വണ്ടി നിങ്ങൾ വെളിയിറക്കി കഴിഞ്ഞാൽ 20,000 രൂപയാണ് അതിൻ്റെ പെറ്റി വരുന്നത്. 20,000 രൂപ പെറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസിപ്റ്റ് കിട്ടും, ചിലപ്പോൾ റെസിപ്റ്റ് കിട്ടില്ല. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് BS4 വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ ഇറങ്ങി. ഇവിടെ ഭയങ്കര പൊല്യൂഷനാണ്. പൊല്യൂഷൻ ഈ സമയത്ത് കൂടുതലായിരിക്കും. അത് അടുത്തുള്ള സ്റ്റേറ്റുകളിലെ ഈ ക്രോപ്പൊക്കെ അവർ ഈ വിളവെടുപ്പ് സമയം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഈ പാടമെല്ലാം കത്തിക്കും. പാടം കത്തിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഈ പുകയെല്ലാം കൂടെ കയറി ഇങ്ങോട്ട് വരും. ഡൽഹിൻ്റെയൊക്കെ നടുക്കൽ കിടക്കുന്നത്. അപ്പം അവിടുത്തെ എല്ലാ പുകയും കാര്യങ്ങളും കൂടെ വരുന്നതാണെന്നാണ് ഡൽഹിയിലുള്ള 1-2 സുഹൃത്തുക്കൾ പറഞ്ഞത്. ഡൽഹിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല എന്നാണ് അവൻ്റെ വാദം. അപ്പോൾ എന്തായാലും BS4 വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിറങ്ങിയോ. പിടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കണം. അപ്പോൾ പിന്നെ ഡൽഹി കഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എന്തിനാണ് ഡൽഹി വന്നത്. ഞാൻ ഇന്ന് ഡൽഹി കാണും. ഇന്നും മിക്കവാറും നാളെയും ഡൽഹി കാണും. ഡൽഹിയിലുള്ള 1-2 സംഭവങ്ങളും കൂടെ ഞാൻ കാണിക്കാം. ഇവിടെ തണുപ്പാണ്, ഒരു രക്ഷയില്ല. ചക്ക മാങ്ങ എന്നൊക്കെയാണ് കണ്ടത്. അയ്യോ, വെയിലടിച്ച് മനുഷ്യൻ്റെ മുഖമൊക്കെ നോക്കും. ഈ സൈഡ് ഇങ്ങനെ ഒളിച്ചാണ് ഇരിക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ഇവിടെ നിന്ന് ഇങ്ങനെ വെയിലടിച്ചോണ്ടിരിക്കും. പൊള്ളാണ് വെയിൽ, ഭയങ്കര വെയിൽ. आप यही से हो क्या? यही से हो क्या पूरा दिल्ली से? नहीं, यूपी। अच्छा, यूपी से। तो कैसा लग रहा है आपको दिल्ली आने के बाद? बहुत अच्छा लग रहा है। अच्छा, तो यूपी में क्या मिस कर रहे हो? फैमिली। अच्छा, फैमिली वहाँ पे। ओके। सो इन सब जगह में आपको सबसे पसंद दिल्ली है? क्यों? दिल्ली में मजा आता है। क्या खास है दिल्ली में? सब कुछ खास है यहाँ पे। हर दिन एक नया शुरुआत होता है दिल्ली में। बहुत अच्छा लगता है। जो मेरा दोस्त लोग है ना यहाँ पे रहते हैं, वो लोग बोल रहे कि नहीं मुझे भागना है दिल्ली से। दिल्ली में अभी ज़्यादा लाइफ नहीं है। हमारे लिए अच्छा है, पैसा आता है, कहीं से भी आना चाहिए। हाँ, पैसा आता है तो अच्छा लगता है। सही बाबू, बराबर है। काम करके पैसा मिल रहा है तो सही है। രാവിലെ തൊട്ടേ ഒരേ അലച്ചിലായിരുന്നു. അങ്ങനെ നല്ല വിശപ്പായി. അങ്ങനെ നമ്മൾ അവിടുത്തെ കേരള ഹോട്ടൽ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അവിടോട്ടാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്.
ഇത് വന്നിട്ട് INA സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും കേട്ടോ ഈ കേരള ഹോട്ടല്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും ഇവിടെ കിട്ടും. മെനുവിൽ ഞാൻ എല്ലാ ഓപ്ഷൻസും കണ്ടായിരുന്നു. ഞാൻ ഈ അപ്പുറം കഴിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോഴേ അവരുടെ പ്രിപ്പറേഷനെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഹലോ ഗൈസ്, അങ്ങനെ വൈകുന്നേരമായി. ഇന്നത്തെ എൻ്റെ ഡൽഹി ഡേ കൊള്ളായിരുന്നു. പക്ഷെ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഊപ്പാടായി. ഞാനിപ്പോൾ ഒരു പാർക്കിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഇവിടെ കഴിക്കാനുണ്ട്. കുറേ പിള്ളേർ അവിടെ ബാക്കിൽ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അവിടെ കണ്ടില്ല, അവിടെ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. കുഞ്ഞു പിള്ളേർ അവിടെ നോക്കിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം തളർന്ന് വയ്യ, ഒരുപാട് അലഞ്ഞു. ഇപ്പോൾ ഞാൻ ഡൽഹി വന്നത് ആക്ച്വലി ഞാനൊരു വണ്ടി നോക്കാനായിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിക്കോണം ഓൾറെഡി. ഞാനൊരു വണ്ടി നോക്കാനായിട്ടാണ് വന്നത്. വണ്ടി ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു 4x4 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു 4x4 വണ്ടി എടുക്കണമെന്ന്. പക്ഷേ ആ സമയത്ത് നമുക്കപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ റിക്വയർമെൻറ്റ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം റിക്വയർഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 4x4 വണ്ടി, 4x4-നെക്കാട്ടിയും നമുക്കൊരു വലിയൊരു SUV, ഫാമിലി SUV വണ്ടി വേണം എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വന്നേക്കുവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു യൂട്യൂബറിനെ കൊണ്ടാണ്. പുള്ളി ബേസിക്കലി വണ്ടി റിവ്യൂ ചെയ്യും, വണ്ടി എടുത്തു കൊടുക്കും. ഇതേപോലെ ഡൽഹി വണ്ടികൾ, UP HR വണ്ടികളൊക്കെയാണ് പുള്ളി ഡീൽ ചെയ്യുന്നത്. പുള്ളിയെ ഞാൻ ഈ വരും വീഡിയോകളിൽ കാണിക്കാം. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചതും പുള്ളി എങ്ങനെയാണ് ഈ കാർ ഡീൽ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി ഡൽഹി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ടാറ്റാ.